ഹലോ. ഇന്നാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ. മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് എറണാകുളത്ത് പോകണം. പിന്നെ അതുപോലൊക്കെ തന്നെ മോളുടെ ഓപ്പൺ ഹൗസാണ്. അപ്പോൾ മസ്റ്റായിട്ടും പേരൻസ് ചെന്നേ പറ്റത്തുള്ളൂ. ഞാനും ഇക്കും കൂടെ ആണെങ്കിൽ തലേന്നേ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. നമുക്ക് 9:30ക്കാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 9:30 ആവുന്നതിന് മുന്നേ അവിടെ ചെന്ന് നിൽക്കണം. എന്നിട്ട് 9:30ക്ക് ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ വാങ്ങി നമുക്ക് നേരെ എറണാകുളത്ത് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നത്. പക്ഷേ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 10:30 ആയി കേട്ടോ. ഞങ്ങളെപ്പോൾ സമയത്തിന് പോകാൻ നോക്കിയാലും ഞങ്ങൾ ലേറ്റായിട്ടേ ഇറങ്ങാറുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇനി എൻ്റെ വീട്ടിലേക്ക് പോകണം. ഇവിടുന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക്. കാരണം അവിടെ എൻ്റെ ഇത്തേയും മോളും ഉണ്ട്. കാരണം ഇത്തേൻ്റെ മോളുടെ കൂടെയാണ് എൻ്റെ മോളും ആ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പം അവരും കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ട് പോകാൻ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ജംഗ്ഷനാണ് കേട്ടോ. ഞങ്ങളുടെ മെയിൻ റോഡിൽ പണി നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പുറത്തൂടെ വേറെ റോഡുണ്ട്. അപ്പോൾ അതിലേക്കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ജംഗ്ഷന്. നമുക്ക് ജംഗ്ഷനിൽ തന്നെ നമുക്കൊരു ഷോപ്പുണ്ട്. അപ്പം അവിടെ കയറിയിട്ട് ഇനി നമ്മൾ ഈ പോകുന്ന കാര്യവും പിന്നെ അല്ലാതെ കുറച്ച് കാര്യങ്ങളുമൊക്കെ അവിടെ നിൽക്കുന്ന ആ കുട്ടീൻ്റെ അടുത്ത് പറയണം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ആദ്യമേ തന്നെ ഷോപ്പിലേക്ക് പോവാണ്. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ലേറ്റായി കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ. കാരണം മോളുടെ സ്കൂളിലും പോകണം. ഞങ്ങൾ എറണാകുളത്ത് പോകുന്നത് ഇക്കാടെ മെഡിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എറണാകുളത്തേക്ക് പോകുന്നത്. ഇതാണ് നമ്മുടെ ഷോപ്പ്. അപ്പം നമ്മളെ കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് കൈയൊക്കെ കാണിക്കുകയാണ് കേട്ടോ. കാരണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞങ്ങൾ എറണാകുളത്ത് പോകുമെന്നൊക്കെ ഉള്ളത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പം തന്നെ ഒരു 4-5 തവണ ഇത്ത വിളിച്ചു കേട്ടോ, എവിടെത്തി എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞങ്ങളിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് പണി നടക്കുന്നത് കൊണ്ട് മിക്കവാറും എല്ലായിടത്തും ബ്ലോക്കായിരിക്കും. പക്ഷേ എന്നാലും പെട്ടെന്ന് ഇപ്പോൾ റോഡ് പണി നേരത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ പതുക്കെയൊക്കെ ആയിരുന്നു. ഇപ്പം കുറച്ച് സ്പീഡപ്പായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് മാത്രം വാങ്ങിയാൽ മതിയല്ലോ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് ക്ലോസ് ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷൻ നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെറുതെ ഇവിടുന്ന് അവിടം വരെ പോകേണ്ടി വരത്തില്ലേ. പിന്നെ വിളിച്ചു ചോദിച്ചാൽ അവർ കറക്റ്റായിട്ടൊന്നും പറയത്തില്ല കേട്ടോ. അവർ കുറച്ച് എന്താ പറയുക, ഒരു 5 മണിക്കോ 6 മണിക്കൊക്കെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരു 4 മണിയായിരിക്കും പറയുന്നത്. അപ്പോഴത്തേക്ക് നമുക്കൊരു അവിടെ വരെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഷനായിരിക്കും. എറണാകുളത്തോട്ടുള്ള പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം കേട്ടോ. കാരണം വെച്ചാൽ ഫുൾ ബ്ലോക്കാണ്. അരൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. കരുനാഗപ്പള്ളിയിലൊക്കെ കുറേ സംഭവങ്ങൾ കാണിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ എടുത്തത്, പക്ഷേ അത് ഓണാക്കാൻ മറന്നുപോയി. നെക്സ്റ്റ് ടൈം നമുക്ക് കരുനാഗപ്പള്ളി വിശേഷങ്ങളൊക്കെ കുറേ നമുക്ക് കാണാം കേട്ടോ. ഈ റൈറ്റ് സൈഡ് കാണുന്നത് ഗവൺമെൻറ് HSS ആണ് കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ടല്ലോ യാത്രയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണെങ്കിലും അപ്പം നൈറ്റിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് എന്ന് വെച്ചാൽ ഒരുപാട് ദൂരെ പോകണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഞങ്ങളിങ്ങനെ ഒന്ന് കറങ്ങിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിനും ഒക്കെ ഒരു സന്തോഷമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ യാത്രയൊക്കെ പോകാൻ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? എല്ലാവർക്കും ഇഷ്ടമാണോ യാത്രയൊക്കെ പോകാൻ? അങ്ങനെ നേരെ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കിയപ്പോൾ ഉണ്ടല്ല പട പേടിച്ച് പന്തളത്ത് കണ്ടപ്പം പന്തം കൊളുത്തി പടയെന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് ഞാൻ വിചാരിച്ച് ഹൈവേ മാത്രമേ നമുക്ക് ബ്ലോക്കുള്ളൂ, റോഡ് പണിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ റോഡ് പണിയാണ് കേട്ടോ. പക്ഷേ എന്നാലും നമ്മുടെ നാടിന് നല്ല വികസനം വരട്ടെ, റോഡ് പണിയൊക്കെ നടക്കട്ടെ നന്നായിട്ട്. അങ്ങനെ ഇതാണ് എൻ്റെ വീട്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഇത്തയും മോളും ഒക്കെ ഇങ്ങനെ റെഡിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഒന്ന് വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് മോളിറങ്ങി വന്നിട്ടുണ്ട്, കൂടെ ഇത്തയും ഉണ്ട്. ഇതാണ് എൻ്റെ മോളുടെ ബെസ്റ്റ് ഫ്രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണം കൂടെ കൂടി കഴിഞ്ഞാൽ നല്ല കളിയുമാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഭയങ്കര അടിയുമായിരിക്കും. 2 പേരും വാശിക്കകത്ത് ഒട്ടും പിന്നിലല്ല കേട്ടോ. പിന്നെ ഈ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തയുടെ മോളാണ്, കുഞ്ഞൂസ് എന്ന പേര്. പിന്നെ മോളാണെങ്കിൽ പഠിത്തത്തിനാണെങ്കിലും ഡാൻസിനാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാമല്ലോ, അത്ര ഇതാണ് അവളത് എല്ലാത്തിനകത്തും കൊടുക്കുന്നത്. അവളുടെ ഏറ്റവും ബെസ്റ്റ് അവൾ കൊടുത്തിരിക്കും. അങ്ങനൊരു മോളാണ് കേട്ടോ. ഇതാണ് എൻ്റെ മോളും ഇത്തയുടെ മോളും ഒക്കെ പഠിക്കുന്ന സ്കൂള്. അങ്ങനെ ഇത്തയും മോളും മോളുടെ ക്ലാസ് റൂമിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ അയിനുവിൻ്റെ ക്ലാസ്സിലേക്കും പോയി. അങ്ങനെ ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് ഞങ്ങളിന്ന് തിരിച്ചു പോരുന്നു കേട്ടോ. കാരണം അവർക്ക് കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എറണാകുളത്ത് പോകുന്നത് കൊണ്ട് നമ്മളിന്ന് പോരുന്നത്.
ഇത് തേവലക്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇതിന് ദേവലോകക്കര എന്നും പേരുണ്ട്. പേര് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അമ്പലവും പള്ളിയും ചർച്ചും എല്ലാം തൊട്ടടുത്തടുത്താണ് കേട്ടോ. പിന്നെ മോളുടെ സ്കൂളിൽ ചെന്നപ്പോഴും കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളെക്കായി മുന്നേ വന്ന പേരൻസൊക്കെ കണ്ടതിന് ശേഷമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഞങ്ങളിപ്പോൾ അരൂർ തുറവൂർ റോഡിലെത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ബ്ലോക്കാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് എന്തായാലും മിനിമം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എന്തായാലും ബ്ലോക്ക് കിട്ടും. നമ്മൾ ഇന്ന സമയത്ത് എത്താമെന്ന് പറഞ്ഞിട്ട് എറണാകുളത്തേക്ക് വരാനേ നോക്കണ്ട കേട്ടോ. രാജ്യത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേ ആണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതും നമ്മുടെ കേരളത്തിന് സ്വന്തമാണ് കേട്ടോ. ഞങ്ങൾ എങ്ങനെയൊക്കെയോ ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇക്കയുടെ സെൻറ്ററിലേക്ക് എത്താറായിട്ടുണ്ടായിരുന്നു. മെയിനായിട്ടുള്ള പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ലഞ്ച് കഴിക്കാനൊന്നും കയറിയില്ല. രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കുബാബ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഒരു ബീഫ് മന്തിയും പിന്നെ മോൾക്ക് ചിക്കനായിരുന്നു കേട്ടോ. ബീഫ് അവളങ്ങനെ കഴിക്കാറില്ല. ഇവിടെ ആണെങ്കിൽ എപ്പോൾ ചെന്നാലും നല്ല തിരക്കായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രൈവസി മാനിച്ച് ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത് മോൾക്ക് ലുലു മാളിൽ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഫോറം മാളിൽ കയറി. എനിക്ക് പേഴ്സണലി ഫോറം മാളിനേക്കായി എനിക്കിഷ്ടം ലുലു മാളാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ ഞാൻ ഇക്കുവിനെ കണ്ണ് കാണിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇക്ക് കാണുന്നതിനേക്കായി മുമ്പേ അതിനുമോള് കണ്ടു ഫൺ സിറ്റി. പിന്നെ അവിടെ കിടന്നൊരു തുള്ളലും ബഹളമാണ് അവിടെ കയറണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അതിനകത്ത് കയറാതെ എന്തായാലും രക്ഷയില്ല എന്ന് മനസ്സിലായിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ മോളെ അതിനകത്തൊക്കെ ഒന്ന് കയറ്റി കറക്കിയിട്ട് ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കുറേ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ലുലു ഡെയിലിയിലൊന്ന് കയറണമായിരുന്നു. കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം ഏതാണ്ട് ഇതിനകത്തൊക്കെ മോള് പറയുന്നതിനകത്തൊക്കെ ഒന്ന് അവളെ ഒന്ന് കയറ്റിയിട്ട് ജസ്റ്റ് ആളിന് വേറൊന്നുമില്ല കേട്ടോ. ഗെയിം കളിക്കണം അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ആളിന് ഇതിനകത്തൊക്കെ ഒന്ന് കണ്ട് അവിടെ കുറേ പിള്ളേർ വരുമല്ലോ. അപ്പോൾ പിള്ളേർ വരുമ്പോഴത്തേക്ക് ഈ പിള്ളേരെയൊക്കെ കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ കയറുന്നതിനകത്ത് കയറണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞങ്ങൾ അഥവാ മോളത് പറയാം അത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ചെയ്യത്തില്ല. അങ്ങനെ ഒരാളാട്ടോ. ഈ ഫൺ സിറ്റിക്കകത്ത് ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നമുക്ക് വെറൈറ്റി ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള. പിന്നെ ഇവിടെ ആണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. ഇത്രയും ഗെയിംസൊക്കെ ഉണ്ടായിട്ടും നമുക്കവിടെ വലിയ കൺജസ്റ്റഡ് ആയിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ലായിരുന്നു. നല്ല സ്പേഷ്യസ് ആയിരുന്നു. അതിനുമോക്ക് പിന്നെ എന്തിലൊക്കെയോ കയറണമെന്നൊക്കെ പറഞ്ഞു. അതിനകത്തൊക്കെ കയറ്റിയിട്ട് ഞങ്ങൾ പറഞ്ഞു പെട്ടെന്ന് പോകണം നമുക്ക്, കാരണം നമുക്ക് ലുലു ഡെയിലി കയറണം, ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഒരുവിധം സോപ്പൊക്കെ ഇട്ട് പെട്ടെന്ന് അതിനുവിനെ അവിടെ നിന്ന് ഇറക്കി കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അതിനുവിന് പിന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായി കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പറഞ്ഞു ഐസ്ക്രീമുമായിട്ട് നമുക്ക് പിന്നെ നമ്മുടെ ലുലുവിനകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു എന്നെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് അവിടെ കയറി പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിത്തരാമെന്നും പറഞ്ഞിട്ട് ഒരുവിധം ഓക്കെ ആക്കിയിട്ട് ഞങ്ങൾ ലുലു ഡെയിലിയിലേക്ക് പോയി. അങ്ങനെ അവിടുന്ന് കുറച്ച് ഐറ്റംസൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്ത്. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് മാത്രം മതി കേട്ടോ. വേറെ ഇങ്ങനെയുള്ള ബേക്കറി ഐറ്റംസും സ്നാക്സും അതൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ആളിന് ചോക്ലേറ്റ് പിന്നെ അതുപോലൊക്കെ തന്നെ ഐസ്ക്രീം അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കേട്ടോ. അല്ലാതെ ഈ കറുമുറ നമ്മുടെ സ്നാക്സൊക്കെ ഉണ്ടല്ലോ അതൊന്നും വലിയ താല്പര്യമില്ല ആളിന്. അങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ നൈറ്റിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കലത്തെ ലഞ്ച് കഴിച്ചത് തന്നെ 4 മണിയായി. അപ്പോൾ വിശപ്പില്ലായിരുന്നു. അപ്പോൾ ഇക്ക് പറഞ്ഞു ഇന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് എവിടെയെങ്കിലും നിന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് കുറച്ചുകൂടെയൊക്കെ വിശപ്പായിട്ട് കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഇന്ന് പോയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ കഴിഞ്ഞിട്ട് ഒരു കടയിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 2:30 ആയി കേട്ടോ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.